പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്ന് പരിശുദ്ധമായ റമളാൻ മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മാത്രമല്ല, ഇന്ന് മഗ്‌രിബോട് കൂടി നമ്മിലേക്ക് കയറി വരുന്നത് വളരെ പൂർഷിയാക്കപ്പെട്ട ഒരു രാവാണ്. അതായത് ബദർ ദിന രാവ്, ബദരീങ്ങളുടെ ആണ്ടിൻ്റെ രാവ്, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവ് ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം ഇന്നത്തെ ഈ ബദരീങ്ങളെ ആണ്ടിൻ്റെ രാവിൽ ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ ഒരു ദിക്റാണ്, വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ വെറും 3 വട്ടം ചൊല്ലാൻ മറന്നു പോകരുത്. ഈ ദിക്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലാതെ പോകില്ല. ഇത് ചൊല്ലാൻ നിങ്ങൾക്ക് സെക്കൻഡുകൾ സമയം മാത്രം മതി. ഇന്ന് നിങ്ങൾ നോമ്പ് തുറന്നിട്ടോ അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ച് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പാതിരാത്രിയിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ഫ്രീ ആയി കിട്ടുന്നത്, ആ സമയത്ത് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും 3 മിനിറ്റ് മാറ്റിവെച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്ത് കാര്യമാണോ റബ്ബ് സുബ്ഹാനഹു തആലയോട് തേടുന്നത്, ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. ഈ ദിക്ർ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കില്ല. അവർക്ക് എവിടെയും വിജയമായിരിക്കും ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവൽ എപ്പോഴും ഉണ്ടാകും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാവിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട ഈ രാവിലും അതുപോലെ നാളെ ബദർ ദിനം, നാളെയാണ് ബദർ യുദ്ധം നടന്നത്. ആ ദിവസത്തിൽ ബദരീങ്ങൾ ധാരാളമായിട്ട് അധികരിപ്പിച്ച ഒരു ദുആയുണ്ട്. അത് നമ്മൾ ഇന്നത്തെ രാവിൽ അതുപോലെ നാളത്തെ ദിവസമൊക്കെ നമ്മൾ ധാരാളമായിട്ടും അധികരിപ്പിക്കണം. അത് ഏതാണ് ആ ദുആ എന്ന് ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ഒരു ദുആ നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക. അതുപോലെ ബദരീങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിച്ച രണ്ടാമത്തെ ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഒരു ദുആയും നിങ്ങൾ ഇന്നത്തെ രാവിൽ അതുപോലെ നാളത്തെ ദിവസമൊക്കെ ധാരാളമായി അധികരിപ്പിക്കുക. മൂന്നാമതായി നമ്മൾ ചൊല്ലേണ്ടത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഈ ഒരു ദുആയും നിങ്ങൾ അധികരിപ്പിക്കുക. നാലാമതായി ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു ദിക്റും നിങ്ങൾ ധാരാളമായിട്ടും ചൊല്ലുക ഇന്നത്തെ രാവിലും നാളത്തെ ദിവസത്തിലും. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ഒരു ദിക്റും നിങ്ങൾ ധാരാളമായിട്ടും അധികരിപ്പിക്കുക. ഈ പറഞ്ഞ 5 ദിക്റുകളാണ് നിങ്ങൾ ഇന്നത്തെ രാവിലും നാളത്തെ ദിവസത്തിലും ധാരാളമായിട്ടും അധികരിപ്പിക്കേണ്ടത്. കാരണം ഇത് ചൊല്ലിയതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൽ അവർക്ക് വലിയ വിജയമുണ്ടായത്. നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ ഈ ദിക്റുകൾ നമ്മൾ ജീവിതത്തിൽ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉന്നത വിജയം നൽകും. അത്രയ്ക്കും വലിയ മഹത്വമുള്ള അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിക്റുകളാണ് ഇത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇന്ന് മഗ്‌രിബിൻ്റെ ശേഷം ബദരീങ്ങളെ ആണ്ടിൻ്റെ രാവിൽ
മുൻകഴിഞ്ഞ വലിയ വലിയ മഹാന്മാർ നിത്യജീവിതത്തിൽ പതിവാക്കി വന്ന ഒരു ദിക്റാണ് പറയുന്നത്. ഈ ദിക്ർ നിങ്ങൾ വെറും 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത്, ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിക്റിനെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ വലിയൊരു വിഷമത്തിലകപ്പെട്ടാൽ, അതിനി എത്ര വലിയ ഊരാക്കുടുക്കിൽപ്പെട്ടാലും നിങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി, നിയ്യത്തോടുകൂടി ഈ ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ വലിയ വിഷമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രതിരോധ മറ ലഭിക്കും. അബ്ദുല്ലാഹിബ്നു റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരാൾ രാവിലെയോ വൈകുന്നേരമോ ഈ ഒരു ദിക്ർ വെറും 3 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് വലിയ സംരക്ഷണം നൽകും. എല്ലാറ്റിൽ നിന്നും അവനക്ക് കാവൽ നൽകും. മാത്രമല്ല അവൻ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ചോദിച്ചാലും അവന് വളരെ വേഗത്തിൽ അത് നിറവേറ്റി കൊടുക്കും. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഇത്. അതുപോലെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ, ഭയം എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ, ശത്രുക്കളെ നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അബ്ദുൽ ഹസനി ഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ നിന്നെ ഭയപ്പെടുത്തിയാൽ അതിൽ നിന്നും നിനക്ക് മുക്തി നേടാൻ, നിനക്കുള്ള ഭയം ഇല്ലാതെയാകാൻ, നിനക്ക് നല്ല ധൈര്യം വരാൻ നിങ്ങൾ ഈ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ മതി എന്ന്. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ 3 പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ എത്ര വലിയ പേടിയുണ്ടെങ്കിലും ആ പേടി മാറി നമുക്ക് വലിയ ആത്മവിശ്വാസവും നല്ല ധൈര്യവും വരും. ഈ ദിക്ർ ദിവസവും പതിവായി ചൊല്ലുന്നവർക്ക് ശത്രുത ഫലിക്കില്ല. ഹൃദയത്തിന് നല്ല വിശാലത ലഭിക്കും. ആപത്തുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. ജയിൽ മോചനം ലഭിക്കും. മാത്രമല്ല സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവലുണ്ടാകും. ആരും തന്നെ നമ്മുടെ സമ്പത്ത് മോഷ്ടിക്കുകയോ പറ്റിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതെ എന്നും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകും. അതിലൊക്കെയും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടാൻ, വിജയിക്കാൻ ഈ ഒരു ദിക്ർ തന്നെ ധാരാളം മതി. ഇത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടും. അതുപോലെ മാനസിക ആരോഗ്യം വർദ്ധിക്കും. ഉത്കണ്ഠ, ടെൻഷൻ ഇതെല്ലാം നമുക്ക് മാറിക്കിട്ടും. ശാരീരിക ആരോഗ്യം വർദ്ധിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ മാറിക്കിട്ടും. വിവാഹ പ്രശ്നങ്ങൾ സോൾവാകും. കുടുംബ ബന്ധങ്ങൾ സ്നേഹത്തിലാകും. എല്ലാ തരത്തിലുമുള്ള ഭയം മാറിക്കിട്ടും. ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ രാവിൽ നിങ്ങൾ മറക്കാതെ ഈ ഇസ്മ വെറും 3 പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ചുരുങ്ങിയതാണ് 3 പ്രാവശ്യം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ചുരുങ്ങിയതാണ് 3 പ്രാവശ്യം. 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് മറക്കാതെ ഇന്നത്തെ ഈ ബദരീങ്ങളുടെ ആണ്ടിൻ്റെ രാവിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ.
ജീവിതത്തിൽ സമാധാനം നൽകട്ടെ, സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ, നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹക്കി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.